അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരാളെ അറിയുമ്പോഴാണ് അയാളോട് നമുക്കിഷ്ടമുണ്ടാവുക. എത്രത്തോളം നമ്മൾ അറിയുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടം വർദ്ധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സൃഷ്ടികളിൽ ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ, അറിയാൻ എത്രത്തോളം നമ്മൾ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ പേരുകൾ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേര് അബ്ദുൽ മുത്തലിബാണ് നൽകുന്നത്. ജനിച്ച് 7-ാമത്തെ ദിവസം. മുഹമ്മദ് എന്ന പേര് അറബികൾക്കിടയിൽ അത്ര സുപരിചിതമല്ല. സമപ്രായക്കാർക്കിടയിൽ 20-ൽ താഴെ മുഹമ്മദുമാരാണ് ചരിത്രത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനു പുറമെ വേറെയും പേരുകളുണ്ട്. മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീ ഖംസതു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദ് വ അഹ്മദ്, ഞാൻ മുഹമ്മദാണ്, അഹ്മദാണ്. വ അന അൽ മാഹി അല്ലദി യംഹുല്ലാഹു ബി അൽ കുഫർ, കുഫർ തുടച്ചു നീക്കുന്ന മാഹിയാണ്. അള്ളാഹു എന്നെക്കൊണ്ട് കുഫർ തുടച്ചു നീക്കും. വ അന അൽ ഹാഷിർ അല്ലദി യുഹ്ശറുന്നാസു ഖദമി, ഞാൻ അൽ ഹാഷിറാണ്, എൻ്റെ പിറകിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വ അന അൽ ആഖിബ്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു പേരാണ് അൽ ആഖിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ലാത്ത അങ്ങനെ അവസാനത്തെ ആഖിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബിയു തൗബ, നബിയുർ റഹ്മ. ഇനി അൽ അമീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലഖബാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തത കാരണം, സത്യസന്ധത കാരണം ആ നാട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സ്ഥാനപ്പേരാണ് അൽ അമീൻ എന്നുള്ളത്. അറബികൾ പൊതുവെ കുന്നിയത്ത് സ്വീകരിക്കാറുണ്ട്, മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട്. അല്ലാതെയും അവർ ആ പേര് വിളിക്കാറുണ്ട്. അബു, ഉമ്മ് എന്ന് ചേർത്തുകൊണ്ട് അങ്ങനെ പേര് വിളിക്കുന്നതിനെയാണ് കുന്നിയത്ത് എന്ന് പറയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുന്നിയത്ത് അബുൽ ഖാസിം എന്നതാണ്. മൂത്ത ആൺകുട്ടിയായ ഖാസിമിലേക്ക് ചേർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കപ്പെടാറുണ്ട്. ഖാസിം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയിലുള്ള മകനാണ്. അപ്പോൾ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ മുഹമ്മദ് എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ 4 തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തു സൊഫിൽ 6-ാമത്തെ ആയത്തിൽ അഹ്മദ് എന്ന പേര് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, റസൂലുള്ളാഹിയെ അടുത്തറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.